I now invite Sri Ramesh Chennithala, Minister Designate. രമേശ് ചെന്നിത്തലയാണ് അടുത്തതായി. കുഞ്ഞാലിക്കുട്ടിക്ക് ശേഷം പിന്നീട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെട്ട പേരുകളിൽ ഒന്ന് രമേശ് ചെന്നിത്തല ഇതാ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ രമേശ് ചെന്നിത്തല എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഞാൻ രമേശ് ചെന്നിത്തല എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. രമേശ് ചെന്നിത്തല ഇതാ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ ആണ് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത്. 28ാമത്തെ വയസ്സിൽ ആദ്യമായി മന്ത്രി കസേരയിലെത്തിയ രമേശ് ചെന്നിത്തല കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന റെക്കോർഡിന് ഇപ്പോഴും ഉടമയാണ്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇതാ വീണ്ടും മന്ത്രിസഭയിലേക്ക് ഒരിക്കൽ കൂടി എത്തുമ്പോൾ ഇത് രമേശ് ചെന്നിത്തലയ്ക്ക് 3ാം ഊഴം കൂടിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. 1982 ആയിരുന്നു ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് രമേശ് ചെന്നിത്തല നേരിട്ടത്. അന്ന് ഹരിപ്പാടുകാർ നെഞ്ചേറ്റിയതാണ് രമേശ് ചെന്നിത്തലയെ. ഇപ്പോഴും അങ്ങനെ ഒരു വികാരമായി രമേശ് ചെന്നിത്തല നിലകൊള്ളുന്നു. തുടർച്ചയായ വിജയങ്ങൾ, MP എന്ന നിലയിലുള്ള വിജയങ്ങൾ, അതിനുശേഷം രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലടക്കം ഉയർന്നു വന്ന പേരാണ് രമേശ് ചെന്നിത്തലയുടേത്. ഇത്തവണയും അങ്ങനെ സജീവമായി പരിഗണിക്കപ്പെട്ടിരുന്ന രമേശ് ചെന്നിത്തല VD സതീശൻ മന്ത്രിസഭയുടെ ഭാഗമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.